ആരായിരിക്കും ആദ്യത്തെ 4 മന്ത്രിമാർ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അല്ല, ആദ്യത്തെ പേര് സ്വാഭാവികമായിട്ടും PK കുഞ്ഞാലിക്കുട്ടി എന്നത് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നേതാവ്, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും സീനിയറായ നേതാക്കന്മാരിൽ ഒരാൾ. അദ്ദേഹം തന്നെയാവും നിയമസഭാ കക്ഷി നേതാവാകുക എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, അദ്ദേഹം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് IT പോലുള്ള വകുപ്പുകൾ, വ്യവസായം പോലുള്ള വകുപ്പുകൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയിരിക്കും മന്ത്രിയായിട്ട് വരിക എന്നാണ് ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാൻ കഴിഞ്ഞത്. വകുപ്പുകളിൽ കൃത്യമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഏകദേശം വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് പറയുന്നത്. രണ്ടാമത്തെ സാധ്യത KM ഷാജിക്കാണ്. വേങ്ങരയിൽ നിന്ന് വലിയ വിജയം നേടിയ ആളാണ് KM ഷാജി. മുസ്ലിം ലീഗിന് വേണ്ടി ഒരുപാട് കാലം നിയമസഭ പ്രതിനിധീകരിച്ച ആൾ കൂടിയാണ് KM ഷാജി. അല്ലാത്ത രീതിയിലുള്ള ഒരു ജനപിന്തുണ അദ്ദേഹത്തിന് പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ തന്നെ പുറത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. ഇതിനു മുമ്പ് നിയമസഭയിൽ അദ്ദേഹം 2 തവണ എത്തിയിട്ടുണ്ട്. ഒന്നൊന്നും മന്ത്രിയായിട്ടില്ല. ഇന്ന് ഇപ്രാവശ്യം അദ്ദേഹം വരുന്നത് കഴിഞ്ഞ 2 തവണ വന്ന പോലെ ഒരു റിസ്കി മണ്ഡലത്തിൽ നിന്നല്ല, വേങ്ങര എന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പച്ചക്കോട്ടയിൽ നിന്നാണ് ഇത്തവണ KM ഷാജി വരുന്നത്. അതുകൊണ്ട് തന്നെ KM ഷാജി മുസ്ലിം ലീഗിലെ 2ാം മന്ത്രി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പറയപ്പെടുന്നത് മിക്കവാറും അദ്ദേഹത്തിനുള്ള വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ആയിരിക്കുമെന്നാണ്. മൂന്നാമത്തെ സാധ്യത ഏറനാട് MLA ആയ PK ബഷീറിനാണ്. PK ബഷീറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം, ജനപിന്തുണ എന്നത് ഊഹിക്കുന്നതിലും അപ്പുറമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളെയും ഈ മണ്ഡലത്തിൽ നിന്ന് മാറ്റണമെന്നാണ് പല പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഏറനാടുകാർ PK ബഷീറിനെ മാറ്റാൻ സമ്മതിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. വ്യക്തിപരമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട MLA എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അത് PK ബഷീർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിലൂടെ വെറുതെ ഒന്ന് യാത്ര ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അക്ഷരാർത്ഥത്തിൽ ഒരു വികസന നായകൻ തന്നെയാണ് PK ബഷീർ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ വലിയ പിന്തുണ, മാത്രമല്ല സഭയിൽ 4ാം തവണയാണ് അദ്ദേഹം ഇത്തവണ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സീനിയോറിറ്റി വെച്ച് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ 3ാം മന്ത്രിയായിട്ട് വരിക PK ബഷീർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 4ാമത്തെ മന്ത്രിയായി വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്ന് മത്സരിച്ച N ഷംസുദ്ദീനാണ്. ഇതിനോടകം തന്നെ സഭയിൽ മികച്ച സാമാജികൻ എന്നൊരു സൽപ്പേര് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, മണ്ണാർക്കാട്ടെ ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. സഭയിൽ ഇത്തവണ അദ്ദേഹം തന്റെ 4ാം ഊഴമാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി 4ാം ഊഴം വഹിക്കുന്ന ഷംസുദ്ദീനെ മാറ്റി നിർത്തില്ല എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുന്നുണ്ട്.